അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ടീസർ ഈ മാസം വരാൻ പോകണമെന്നാണ് നിങ്ങൾ വിശ്വസിക്കും എന്നാൽ വിശ്വസിക്കണം. ഹലോ ഗൈസ്, ഐ ആം ആദ്മിജ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർഡസ്. ഇതുകൊണ്ടാണ് സൂപ്പർഡസ് ഓഫ് സൂപ്പർ ഹീറോസ്. സൂപ്പർഡസ് ഗെയിമിന്റെ ഒരു പുതിയ മാർവൽ എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും തോന്നും. സോ ഗൈസ്, നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ടീസർ മന്തായിട്ട് ഡിസംബർ മാറിയിരിക്കുകയാണ്. സോ ആ ഒരു ടീസറിന്റെ ഒരു ഏതാണ്ട് നമുക്ക് അതിൻ്റെ ഒരു കൺഫേംഡ് ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. അതും അതിനോടൊപ്പം തന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്ലോട്ട് ലീക്സും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് വീഡിയോ കിട്ടണം അതിന് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി അടുത്ത ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഞാൻ വീഡിയോ നോക്കാം. സോ ഗൈസ്, ആദ്യം പറയുകയാണെങ്കിൽ ഡൂംസ്ഡേ ടീസർ 2 ദിവസങ്ങൾ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഡേറ്റ് പറയാം, അതായത് ഡിസംബർ 7 ആൻഡ് ഡിസംബർ 19. ഓക്കെ, ഈ ഡിസംബർ 7 സാധ്യത മാത്രമാണ്. അത് തള്ളിക്കളയാൻ പറ്റുമെന്ന് വെച്ചാൽ തള്ളിക്കളയാനും പറ്റില്ല. ഒരു സാധ്യത അവിടെ ഇരിക്കണം. പക്ഷെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു പറഞ്ഞാൽ ഡിസംബർ 19 ടീസർ വരാനുള്ള ഒരു ഡേറ്റ് എന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു ഇൻഫർമേഷൻ. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവതാർ 3 ഫയർ ആൻഡ് ആഷ്. സോ ആ സിനിമ ഇറങ്ങാൻ പോകുന്നത് ഡിസംബർ 19. സോ അത് ഐമാക്സിലെല്ലാം ഇതായിട്ട് ഇറങ്ങുന്ന ഒരു പടമാണ്. ആൻഡ് ഓഫ്കോഴ്സ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫ്രണ്ടിൽ, അതായത് ഒരു ടീസറായിട്ട് നമ്മുടെ ഡൂംസ്ഡേ ടീസർ അറ്റാച്ച് ചെയ്ത് വരും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അത് ഡിസംബർ 19 ഇപ്പോൾ പറയുന്നത്. സോ അത് എന്താ പറയാ, ഡേറ്റ് മാറി ഇരിക്കാം. ബട്ട് എല്ലാവരും പറയുന്നത് നമുക്കൊരു ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ഈ മന്ത് എന്തായാലും നമുക്കൊരു ഡൂംസ്ഡേ ടീസർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഫുട്ടേജ് നമുക്ക് കിട്ടും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഉള്ള ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡൂംസ്ഡേ ടീസർ ഒരുപാട് കട്ട്സ് അവർ വരുത്തുന്നുണ്ട് നമ്മൾ മാർവൽ സ്റ്റുഡിയോസ്. അതായത് എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ഒരു പടത്തിന്റെ ഒരു കഥ ഇതിൽ നിന്ന് കിട്ടരുത്, നമുക്ക് കിട്ടരുത് എന്നുള്ള രീതിക്കാണ് നമുക്ക് എനിക്ക് കിട്ടിയൊരു വിവരം വെച്ച് 30ഓളം കട്ട്സ്, അതായത് 30ഓളം ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ട്രെയിലർ മാർവൽ സ്റ്റുഡിയോസിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അത് ഏതിടണം എന്നാണ് അവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് മാർവൽ സ്റ്റുഡിയോസ് പണ്ട് അതിൽ ഭയങ്കര മിടുക്കരാണ്. കാരണം നമ്മുടെ ഇൻഫിനിറ്റി വാറില് മറ്റേ വക്കാണ്ടയുടെ ഫൈറ്റില് ഒരു ഹൾക്കിനെ കണ്ടായിരുന്നു, പച്ച ഹൾക്ക്. ഓക്കെ, നോർമൽ ഹൾക്ക്. അത് നമ്മൾ സിനിമയും കണ്ടത്. സോ ഒരുപാട് ഇതിനു മുമ്പ് നമുക്ക് മാർവൽ ഫാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, മാർവൽ ഒരുപാട് ടീസറിലും ട്രെയിലറിലും ഒക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി, നല്ല ചേഞ്ച് വരുത്തി, കഥ ഒരുപാട് ലീക്ക് ആവാതെ രീതിക്കാണ് മാർവൽ കൊണ്ടുപോകുന്നത്. അതിന്റെ ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിച്ചത് നമ്മുടെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന്റെ ട്രെയിലർ കുറെ ഫുട്ടേജ് ഒക്കെ ഇറങ്ങിയാണ്. അത് പിന്നെ കുഴപ്പമൊന്നുമില്ല. ബട്ട് എന്തൊക്കെ തന്നെയാലും ഡിസംബർ 19 ഒരു വലിയ ഡേറ്റ് ആണ് മാർവൽ ഫാൻസിന്, നമ്മൾ പോപ്പ് കൾച്ചർ എന്തൂസിയാസ്റ്റുകൾക്കും. ഇനിയാണ് ഞാൻ പറയാൻ മെയിൻ സംഭവം. ടീസർ ഡേറ്റ് നിങ്ങൾക്ക് കിട്ടി മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു. ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്ലോട്ടാണ്. പ്ലോട്ട് ഇൻ ദ സെൻസ് നമ്മുടെ RDJ റോബർട്ട് ഡൗണി ജൂനിയർ പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാമില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാണ്. അതായത് ഒരു കൈ ഇടും, മറ്റേ കൈ അയൺമാൻ്റെ ഒരു കൈ, രണ്ടൊരു പിൻ പോലത്തെ സംഭവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് അയൺമാൻ നമ്മുടെ ഡോക്ടർ ഡോമിന്റെ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ ആണ് അതിനെ സൂചിപ്പിക്കുന്നത്. സോ പുള്ളിക്കാരൻ കുറെ നാളായിട്ട് കുറെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല അവഞ്ചേഴ്സിൻ്റെതായിട്ടും എല്ലാം. ഡൂംസ്ഡേയിൽ കുറച്ച് ഒരുപാട് ഈസ്റ്റർ എഗ് പോലെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഡോക്ടർ ഡൂമും അയൺമാനുമായിട്ട് ഒരുപാട് എൻകൗണ്ടേഴ്സും കാര്യങ്ങളെല്ലാം കോമിക്സിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വേഴ്സസ് പോലെയൊക്കെ നടന്നിട്ടുണ്ട്. ആൻഡ് അതൊരു മേ ബി നടക്കാൻ എനിക്ക് അറിയില്ല, അതിന് കുറച്ചൊരു കൺഫർമേഷൻ ഇല്ല. പക്ഷെ പുള്ളിക്കാരന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം, ആളിത്തിരി ഒരു കിളി പോയ മട്ടാണ്. സോ അതുകൊണ്ട് എത്രത്തോളം അത് എന്താ പറയാ, ഈ ഒരു ക്ലൈമറ്റിൽ അത് എത്രത്തോളം
റെലവെന്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും നമുക്ക് അങ്ങനെ ഒരു ടീം അപ്പിന് വേണ്ടി കാത്തിരിക്കാം. പിന്നെ നമ്മൾ കേൾക്കുന്നത് വെച്ചാൽ നമ്മുടെ എക്സ്മെൻ മ്യൂട്ടൻസ് ഫെന്റാസ്റ്റിക് പോലുള്ള അവസാനം നമ്മൾ കണ്ടാണ് ഡൂം വരുന്നതായിട്ട്. ഫെന്റാസ്റ്റിക് പോലുള്ള റീചാർഡ്സ് ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ഡൂം സ്റ്റേ ലീഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് മ്യൂട്ടൻസിനെ മാർവലില് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇതിലോട്ട്. അതായത് നമ്മുടെ ഡൂം സ്റ്റേ വെച്ചിട്ട് ഡെഡ്പൂൾ ആൻഡ് വുൾവറൈൻ അതിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. ആ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ പഴയ ആക്ടേഴ്സ് തന്നെ ചിലപ്പോൾ വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിനിറ്റി വാർ പോലെ തന്നെയാണ്. ഇൻഫിനിറ്റി വാറിന് എൻഡ് ഗെയിം ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സീക്രട്ട് വാർസ് ഉണ്ട്, ഡൂംസ്റ്റേ കഴിഞ്ഞാൽ സീക്രട്ട് വാർസ് ഉണ്ട്. സോ ഒരു 2 പാർട്ട് സ്റ്റോറിയാണ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഡിലേ ചെയ്ത് ഒരുപാടായി. അടുത്ത വർഷം ഡിസംബറിലാണ്. അതായത് ഈ വർഷം ഡിസംബറിൽ ഇറങ്ങിയ ഒരു വർഷം ടീസർ ഇറങ്ങിയ ഒരു വർഷം കഴിഞ്ഞാലാണ് സിനിമ ഇറങ്ങുക. ഇത് ഡിലേ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും അതാണ് ഈ ഒരു ടീസറിനെ കുറച്ചും ലീക്കിനെ കുറച്ചുള്ള. പിന്നെ ഒരുപാട് ലീക്സ് വരുന്നുണ്ട്. അതൊന്നും ഞാൻ വാരി വലിച്ച് പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം അതൊരു ലീക്സ് ആണ്, കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. എന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്മെൻ മ്യൂട്ടൻസ് ആക എന്ന് പറയുന്ന സംഭവം മാർവലിന്റെ പ്ലാനിലുണ്ട്. ആൻഡ് ഇതിൽ ഒരുപാട് പേര് വരും. നമ്മുടെ ഗോസ്റ്റ് റൈഡർ ഒക്കെ വരും. ആൻഡ് എന്താണ് ലീക്കുകൾ പറയുന്നത്, ഡെഡ്പൂൾ റിട്ടേൺ ആവും, വുൾവറൈൻ തിരിച്ചു വരും, നമ്മുടെ ഹ്യൂഗ് ജാക്ക്മാന്റെ വുൾവറൈനും. ആൻഡ് ഓഫ് കോഴ്സ് ഇനി ഇത് പറയാൻ എനിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, ഡൂംസ്റ്റേയില് തീർച്ചയായിട്ടും നമ്മളെ ലോക്കി വരും എന്നാണ് നമുക്ക് പ്രതീക്ഷിച്ചത്. കാരണം ലോക്കി സീസൺ 2 ശേഷം നമ്മളൊന്നും കണ്ടിട്ടില്ല. കാരണം ആ ഒരു ലോക്കി ഒരു ഗോഡ് പോലെ ആയതിനു ശേഷം ആ മൾട്ടിവേഴ്സിന്റെ കാര്യങ്ങൾക്ക് അവതാളത്തിലായ ശേഷം ലോക്കിയുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ സ്റ്റോറി കണ്ടിട്ട് അത് തീർച്ചയായിട്ടും ഇതിലാണ് ഉണ്ടാവുക. ആൻഡ് നമ്മുടെ 3 സ്പൈഡർമാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ ടോബി, ആൻഡ്രൂ, ടോം. സോ ഇവരൊക്കെ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന പടം ജൂലൈയിലോ ആണ് അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്നത്. സോ അതിന്റെ ഒരു പോസ്റ്റർ ഡിസൈൻ തീർച്ചയായിട്ടും, കാരണം 2 പടങ്ങളെ അടുത്ത വർഷം ഇറങ്ങുന്നുള്ളൂ മാർവലിന്റെ ഭാഗത്ത് നിന്ന്, സ്പൈഡർമാനും ബ്രാൻഡ് ന്യൂ ഡേയും പിന്നെ നമ്മുടെ ഡൂംസ്റ്റേ. സോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒരു സ്നിപ്പെറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ എൻഡിങ് പോസ്റ്റ് ക്രെഡിറ്റ്സിനെ എല്ലാം നമ്മുടെ ഡൂംസ്റ്റേയിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിക്കായിരിക്കും മേ ബി നമ്മൾ സ്പൈഡർമാൻ ടോം അടക്കമുള്ള സ്പൈഡർമാൻ നമ്മുടെ എന്താ പറയാ ഡൂമുമായിട്ട് എൻകൗണ്ടർ ആവുന്നതും ഒക്കെ നമ്മൾ കണ്ടെന്നതും. അഫ്കോഴ്സ് ഈ ഒരു പടം വളരെ ഹൈപ്പോടെ ഇറങ്ങുന്ന ഒരു പടമാണ് ഡൂംസ്റ്റേ. നമുക്കറിയാം നമ്മുടെ എൻഡ് ഗെയിമിന്റെ സമയത്തൊക്കെ നമ്മളൊന്നും ഉറക്കമില്ലാത്ത രാത്രികളുണ്ടാകും. സോ അതുപോലെ ഒരു ഉറക്കമില്ലാത്ത രാത്രികൾ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. അതേപോലെ ഉറക്കമില്ലാത്ത രാത്രികൾ വരാൻ പോവുകയാണ്. അതായത് കാരണം ഡൂംസ്റ്റേ അടിപൊളിയായിരിക്കും. അതിന്റെ ടീസർ വന്നു കഴിഞ്ഞാൽ ആൻഡ് ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും ഞാൻ ബ്രേക്ക് ഡൗൺ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. ഓഫ്കോഴ്സ് എനിക്കിപ്പോൾ പരീക്ഷ തുടങ്ങാൻ പോവാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫ്രീക്വൻസിസ് ഒന്നും അത്ര സ്പീഡ് ആയിരിക്കില്ല. ബട്ട് അവഞ്ചേഴ്സ് ഡൂംസ്റ്റേ ടീസർ ബ്രേക്ക് ഡൗൺ എന്തായാലും ഞാൻ ഇട്ടിരിക്കും. അന്ന് എനിക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ പോലും വൈകിട്ട് ഞാൻ വന്ന് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഡൂംസ്റ്റേ കഴിഞ്ഞാൽ സീക്രട്ട് വാർസ് ആണ്. അതേലും സീക്രട്ട് വാർസ് വിൽ ലീഡ് ടു എ ബിഗ് എൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ഇത്രയും നാൾ കണ്ട ഒരു മാർവലിന്റെ ഒരു അവസാനം അവിടെയാണെന്നാണ് പറയാം. അത് കഴിഞ്ഞിട്ട് പുതിയൊരു സാഗ അല്ലെങ്കിൽ ഒരു റീബൂട്ട് ഫേസ് പോലെ ആകും എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. എന്തായാലും 2027 നമുക്ക് സന്തോഷമാണ്. ആൻഡ് ഡെയർ ഡെവിൾ എല്ലാ മിക്ക ക്യാരക്ടേഴ്സും നമ്മളിപ്പോൾ കാണുന്ന മിക്ക ക്യാരക്ടേഴ്സും ഡൂംസ്റ്റേയിൽ വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ആൻഡ് മറ്റൊരു ലീക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മൂൺ നൈറ്റ് നമ്മൾ പിന്നെ അടുത്ത് കണ്ടിട്ടില്ല. മൂൺ നൈറ്റ് ഓസ്കാർ ഐസക്ക് ഇതിലുണ്ടാവും എന്ന് അത് വളരെ ലോ ചാൻസ് ഉള്ള റൂമറാണ്. ഉണ്ടാവുമായിരിക്കും, പക്ഷേ എന്താണ് ഞാൻ അടുത്ത് കേട്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി പറഞ്ഞു എന്ന് മാത്രം. ഡോക്ടർ സ്ട്രേഞ്ച് വാണ്ട ഇപ്പോൾ മരിച്ചു എന്നാണ് ചിലർ പറയുന്നത്. മരിച്ചില്ല എന്നാണ് ഒന്ന് ഉറപ്പിച്ചു പറയാനായിട്ടില്ല. എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ഡൂംസ്റ്റേ ഗൈസ്. സോ ഇത്രയൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കിട്ടാം. അതിന്
സൂപ്പർ ഹീറോസ്.